നമസ്കാരം. വൃന്ദാവൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ജനുവരി മാസത്തിലെത്തി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ വരാൻ പോകുന്നത് മാർച്ച് ഏപ്രിൽ, അതായത് ചൂട് കയറിയ മാസങ്ങളാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത്, അതായത് അന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കാൻ പറ്റിയ ചെടികൾ ഏതാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെടിയെ വേണം ഇനി പരിചയപ്പെടുത്താൻ എന്ന് തോന്നി. അതായത് ഇതാണ് കരിമരം. എബിനേസി കുടുംബത്തിൽപ്പെട്ടതാണ് കരിമരം. ഡയോസ്പുരസ് എബിണം എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. മറ്റൊരു പ്രത്യേകത, തിരുവാതിര നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമാണ് കരിമരം. ഇതുകൂടാതെ ഇതിന് നിരവധി ഗുണങ്ങളുണ്ട്. ഒരു ഗുണം ആദ്യമേ നമ്മൾ പറഞ്ഞു, ചൂട് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അതായത് അന്തരീക്ഷത്തിലെ ചൂടിനെ 7 ഡിഗ്രി വരെ ശമിപ്പിക്കാനുള്ള കഴിവ് ഈ കരിമരത്തിനുണ്ട്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ അറിയാലോ, ചൂട് വളരെ കൂടി വരുന്നു അല്ലേ? അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇംഗ്ലീഷിൽ സിലോൺ എബണി എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. മലയാളത്തിൽ നമ്മൾ കരിന്താളി, മുസ്തമ്പി, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അറിയാലോ, ഓരോ ചെടികളും നമ്മൾ നാട്ടുഭാഷയിൽ, നാട്ടുപേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സിലോൺ എബണി എന്നതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഇത് ഏഷ്യയിലെ കിഴക്കൻ രാഷ്ട്രങ്ങളിൽ, കൂടാതെ ആഫ്രിക്ക, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ വിവിധ ഇനങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇനി എന്താ ഇതിൻ്റെ തടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫർണിച്ചർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, തറയിൽ ഓടുപോലെ പതിക്കാൻ വരെ ഇതിൻ്റെ തടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കരിമരം കണ്ടാൽ അറിയാലേ, കറുത്തിട്ടാണ്. അതുകൊണ്ടാണ് കരിവീരന്മാർ തോൽക്കും കരിമരങ്ങൾ എന്ന് നമ്മൾ പറയാൻ തന്നെ കാരണം. ഇനി ഓരോ ചെടികളും എങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാക്കാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ഈ കരിമരം, ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരിമരത്തിൻ്റെ വേരിലെ തൊലിയിട്ട് വെന്ത വെള്ളം കുടിക്കണതും അത് ധാര കോരുന്നതും നീർക്കെട്ടിനെ ശമിപ്പിക്കാനായിട്ട് വളരെ ഉത്തമമാണ്. നമ്മളിപ്പോൾ സിദ്ധവൈദ്യത്തിലും ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതുകൂടാതെ കരിമരത്തിൻ്റെ ഇലയും തൊട്ടാവാടിയും സമം ചതച്ച് പിഴിഞ്ഞ നീര് സേവിച്ചാൽ രക്തസ്രാവം കുറയാനായിട്ട് നല്ലതാണ് പറഞ്ഞു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ കരിമരത്തിൻ്റെ ഇലയും വെളുത്തുള്ളിയും കൂടി അരച്ച് ഗുളികയാക്കി ഉണക്കി വെച്ചിട്ട് അത് കഴിക്കുന്നത് അജീർണവും ഗ്യാസും ഒക്കെ ശമിക്കാനായിട്ട് വളരെ ഉത്തമമാണ്. ഇവിടം കൊണ്ട് തീർന്നില്ല കേട്ടോ കരിമരത്തിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ കരിമരത്തിൻ്റെ ഉണങ്ങിയ പൂവ് അത് ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസീസസ് ശമിപ്പിക്കാനായിട്ട്, സോറിയാസിസിനൊക്കെ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. കൂടാതെ ഈ കരിമരത്തിൻ്റെ കറ അത് നീർക്കെട്ടിന് നല്ലതാണ്. കൂടാതെ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഈ കരിമരത്തിൻ്റെ കറ നല്ലതാണെന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. ഈ കരിമരത്തിൻ്റെ തൊലി അത് സന്ധിവാത ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഓരോ ചെടിക്കും പിന്നിലും ഒരു ചെറിയ കഥ, അല്ലെങ്കിൽ നമ്മളെല്ലാം വിശ്വസിച്ചു പോരുന്ന ഒരു കഥ ഉണ്ടായിരിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ കരിമരത്തെ പറ്റിയാണെങ്കിൽ, കരിമരത്തിന് ഈ കറുപ്പ് നിറം വന്നതിന് പുറകിൽ ഒരു കഥയുണ്ട് എന്നാണ് പറയണേ. ഒഡീഷയിലെ ഒരു ഗോത്രകഥ അനുസരിച്ച് സിലോൺ എബണി എന്ന ഈ കരിമരത്തം കറുത്ത് ഇരിക്കാനുള്ള ഒരു കാരണം അവർ പറയുന്നത് രാമായണത്തിലെ ഒരു ചെറിയ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അതായത് രാമായണത്തിലെ അവസാന യുദ്ധം നടക്കുന്ന സമയത്ത് ഹനുമാൻ സീതാമാതാവ് എവിടെയാണ് കണ്ടെത്താൻ ലങ്കയിലെത്തുകയും ലങ്ക എന്ന ഭീമാകാരമായ നഗരത്തിൽ നിന്ന് ദേവി എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്താനുള്ള ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ സമയത്ത് സീതാമാതാവിനെ കണ്ടെത്തുകയും രാവണൻ്റെ പടയാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ ലങ്ക ചുട്ടിരിക്കുകയും തിരിച്ചു പോരാൻ സമയത്ത് സ്വന്തം വാലിലെ തീ അണയ്ക്കുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം ശരീരത്ത് പറ്റിയ കരിയെല്ലാം തന്നെ അവിടെ കണ്ട സിലോൺ എബണി എന്ന വൃക്ഷത്തിൽ കൈ തുടച്ച് വാലെല്ലാം, ദേഹത്തും കയ്യിലും പറ്റിയ ചാരമെല്ലാം തന്നെ ആ മരത്തിൽ തുടച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ മരത്തിന് കറുപ്പ് നിറം വന്നത്, കരിമരം ആയി മാറിയത് എന്നാണ്
ഈ കഥ. അപ്പോൾ ഓരോ ചെടിയുടെ പുറകിലും ഒരു കഥ, ഒരു മിത്ത്, ഒരു വിശ്വാസം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇവയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഔഷധഗുണം അത് അറിവിലേക്കായി പറഞ്ഞു തരുന്നതാണ്, ഓരോ ചെടിയുടെയും മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ കരിമരത്തിൻ്റെ തൊലി, വേര്, തടി, കറ എല്ലാം തന്നെ ഔഷധമാണ് പറഞ്ഞു. അതതിൻ്റെ മൂല്യം മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. ഇനി എന്നിലേക്ക് ഓരോ ചെടിയെ പറ്റിയുമുള്ള ചെടിയുടെ ഗുണങ്ങൾ, അവരെക്കുറിച്ചുള്ള അറിവുകൾ എത്തിച്ചിരുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ ഞാൻ മനസ്സാ നമിക്കുകയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ താപം ശമിപ്പിക്കുന്ന, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഈ ചെടികളെയെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കണം. കൂടാതെ ഇവയുടെ മൂല്യം വരും തലമുറയിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ നമ്മളിവിടെ സംരക്ഷിക്കുന്നുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും എനിക്ക് വേണം. കൂടുതൽ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്താൻ എനിക്ക് മോഹമുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു സസ്യവുമായി വരാം. അതുവരേക്കും നമസ്കാരം.